അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം സൂറത്തുൽ ഇഖ്ലാസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഇഖ്ലാസിന്റെ ആമുഖം നാം മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ അവതരണ കാരണം, അതേപോലെ തന്നെ ആ സൂറ അവതരിക്കാനുണ്ടായ പ്രത്യേക സംഭവം, അതേപോലെ മൊത്തത്തിൽ ആ സൂറയെ പരിചയപ്പെട്ടു. അതോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസിലെ ഒന്നാമത്തെ ആയത്ത് നാം അർത്ഥസഹിതം ആശയസഹിതം ഉൾക്കൊണ്ടു. ഖുൽ പറയുക, പ്രഖ്യാപിക്കുക, ഹുവ അവൻ, അല്ലാഹ് അല്ലാഹു ആകുന്നു, അഹദ് ഏകൻ. പ്രഖ്യാപിക്കുക, അവൻ അല്ലാഹു ഏകൻ. ഇങ്ങനെയാണ് ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥം. മക്ക മുശ്രിക്കുകളുടെ ചോദ്യത്തിന്റെ മറുപടിയായാണ് ആ സൂക്തം അവതരിച്ചത് എന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് രണ്ടാമത്തെ ആയത്തിലേക്ക് പോകാം. അല്ലാഹു സ്വമദ്, അല്ലാഹു അസ്വമദ്. അവൻ സർവാശ്രയനാണ്, അല്ലെങ്കിൽ നിരാശ്രയനാണ്, അല്ലെങ്കിൽ അനാശ്രയനാണ്. ഇങ്ങനെ മൂന്ന് തരത്തിൽ അസ്വമദ് എന്ന വാക്കിന് അർത്ഥം പറയും. സർവാശ്രയൻ, നിരാശ്രയൻ, അനാശ്രയൻ എല്ലാം അടിസ്ഥാനപരമായിട്ട് ഒരു ആശയത്തെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. സ്വമദ് എന്ന വാക്കിന് അത്താണി എന്നർത്ഥമുണ്ട്. അത്താണി എന്ന് പറയുമ്പോൾ ഭാരം ഇറക്കി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു താങ്ങ്, അവലംബം എന്നൊക്കെയായിരിക്കും അതിന്റെ അർത്ഥം. ഈ അർത്ഥത്തിൽ ഭാഷയിൽ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അസ്വമദ് എന്ന പ്രയോഗം അള്ളാഹുവോട് ചേർത്ത് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ ആശയം? സർവാശ്രയൻ എന്ന് പറയുമ്പോൾ എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവൻ എന്നാണ്. നിരാശ്രയൻ എന്ന് പറഞ്ഞാലോ ആരെയും ആശ്രയിക്കാത്തവൻ, അല്ലെങ്കിൽ അനാശ്രയൻ, ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ്. അള്ളാഹുവിന്റെ രണ്ട് പ്രത്യേകതകൾ ഈ വാക്കിൽ വരുന്നുണ്ട്. അള്ളാഹു ആരെയും ആശ്രയിക്കുന്നില്ല, എന്നാൽ എല്ലാവരും അള്ളാഹുവെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്ന, എന്നാൽ ആരെയും ആശ്രയിക്കാത്ത ശക്തിയാണ് അള്ളാഹു എന്നാണ് അസ്വമദ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അസ്വമദ് എന്ന വാക്കിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം അല്ലദി യുസ്മദു ഇലൈഹി ഫിൽ ഹാജാത്ത്, അല്ലദി യുസ്മദു ഇലൈഹി ഫിൽ ഹാജാത്ത്. അവശ്യഘട്ടങ്ങളിൽ ആരെയാണോ അവലംബിക്കുന്നത്, ആരാണോ അവലംബമാക്കപ്പെടുന്നത്, അവനാണ് അസ്വമദ്. ഒരു നിർണായക സന്ദർഭം, ജീവിതത്തിലെ സുപ്രധാനമായ ഘട്ടം, വളരെ ഗുരുതരമായ സാഹചര്യങ്ങൾ ഒക്കെ വന്നുപെടുമല്ലോ. അത്തരം ഘട്ടങ്ങളിൽ മനുഷ്യൻ ആരെയാണോ ആശ്രയിക്കുന്നത്, ആരെയാണോ അവലംബമാക്കുന്നത്, അതാണ് അസ്വമദ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനം. അതേപോലെ തഫ്സീറുകളിൽ വേറെയും ചില വിശദീകരണങ്ങൾ വരുന്നുണ്ട്. അല്ലദി യുസ്മദു ഇലൈഹി ഫിൻ നവാസിൽ വൽ ഹവായിജ്. നവാസിൽ, നാസില എന്ന് പറഞ്ഞാൽ അപകടങ്ങളും വിപത്തുകളുമാണ്. ഇത്തരത്തിലുള്ള വിപത്തുകളിൽ, അതുപോലെ അവശ്യഘട്ടങ്ങളിൽ അവലംബമാക്കപ്പെടുന്നവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അസ്വമദ് എന്നതിന് എന്നും നിലനിൽക്കുന്ന, അവസ്ഥയിൽ യാതൊരു മാറ്റവും സംഭവിക്കാത്തവൻ എന്നൊരാശയം കൂടിയുണ്ട്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണല്ലോ അള്ളാഹു മൗജൂദ്, അള്ളാഹു ഖദീം, അള്ളാഹു ബാഖി. അള്ളാഹു മൗജൂദാണ്, എന്നും നിലനിൽക്കുന്നവനാണ്. ഖദീം, പണ്ടേക്ക് പണ്ടേ ഉള്ളവനാണ്. ബാഖി, എന്നും അവശേഷിക്കുന്നവനുമാണ്. ഇത് അസ്വമദ് എന്ന അള്ളാഹുവിന്റെ നാമത്തെ വ്യാഖ്യാനിക്കുന്ന വിശേഷണങ്ങളായിട്ടാണ് പറയുന്നത്. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അഗ്രഗണ്യനായ പണ്ഡിതനാണ്. ആ സ്വഹാബി വര്യൻ ഇതിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം ലാ യസൽ വലാ യുസാൽ എന്നാണ്. ലാ യസൽ വലാ യുസാൽ, അവന് മാറ്റം സംഭവിക്കുന്നില്ല, മറ്റാരാലും അവന് മാറ്റം സംഭവിക്കുകയുമില്ല. മറ്റൊരാളുടെ ശ്രമത്താൽ, മറ്റൊരു ശക്തിയുടെ ഇടപെടൽ നിമിത്തം
അള്ളാഹുവിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല, ഒരു മാറ്റത്തിനും വിധേയനാകാത്തവൻ എന്നാണ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഈ അസ്സമദ് എന്ന വാക്കിനെ വ്യാഖ്യാനിച്ചത് എന്ന് കാണാം. വിശുദ്ധ ഖുർആനില് അന്ത്യനാളിലെ വളരെ ഭയാനകമായ ഒരു ഘട്ടത്തെ കുറിച്ച് പരാമർശമുണ്ടല്ലോ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്നത് കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ഭൂമിക്ക് മുകളിലുള്ള സകല വസ്തുക്കളും നശിച്ചു പോകുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക്, എന്നാൽ നിന്റെ നാഥന്റെ ചൈതന്യം, അവന്റെ അസ്തിത്വം, അത് മാത്രം അവശേഷിക്കും. ദുൽ ജലാലി വൽ ഇക്റാം, മഹത്വം ഉടയവനും ആദരം ഉടയവനുമായ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ് അവശേഷിക്കുക എന്ന് സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഇതിൽ നിന്ന് അസ്സമദ് എന്ന പ്രയോഗത്തിന്റെ ആ വാക്കിന്റെ ആശയം ഏതാണ്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പൊതുവെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചില ചിന്തകളുണ്ട്. ഞാൻ നമസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹുവിന് എന്താണ്? ഞാൻ നമസ്കരിച്ചാൽ അള്ളാഹുവിന് പ്രത്യേകിച്ച് വല്ല പ്രയോജനം ഉണ്ടോ? ഞാൻ നമസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹുവിന് പ്രത്യേകിച്ച് വല്ല നഷ്ടവും ഉണ്ടോ? ആലോചിച്ച് നോക്കൂ, ലോകം മുഴുവനും നമസ്കരിച്ചു എന്നിരിക്കട്ടെ, എങ്കിൽ അള്ളാഹുവിന് അതുകൊണ്ട് വല്ല നേട്ടവും ഉണ്ടാകുമോ? ലോകത്ത് ആരും നമസ്കരിച്ചില്ല എന്നിരിക്കട്ടെ, എങ്കിൽ അള്ളാഹുവിന്റെ ആധിപത്യത്തിന് വല്ല കോട്ടവും സംഭവിക്കുമോ? രണ്ടും സംഭവിക്കില്ല. അള്ളാഹു അസ്സമദാണ്. അള്ളാഹു അവന്റെ തനതായ അസ്തിത്വത്തിൽ അവന്റെ അധികാരങ്ങളും അതുപോലെ തന്നെ പ്രൗഢിയും എല്ലാം എന്നും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കുടികൊള്ളുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ നേതാക്കളും ഭരണാധികാരികളും ഒക്കെ ഉണ്ടല്ലോ, ഒരു നിശ്ചിത കാലത്ത് മാത്രം രാജ്യത്തിന്റെ അധികാരവും ഭരണവും കൈയാളുന്നവരായിരിക്കും. മനുഷ്യർ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ അനുയായികൾ തന്നെയാണ് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതും അവർ തന്നെയാണ് അവരെ താഴ്ത്തിക്കെട്ടുന്നതും എന്ന് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ, നാം വോട്ട് ചെയ്യുമ്പോൾ അവർക്ക് അധികാരം ലഭിക്കുന്നു, അവർ അധികാരത്തിലേറുന്നു. നാം വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ അവർ അധികാരത്തിൽ നിന്ന് താഴെ വീഴുന്നു. ഇതാണ് മനുഷ്യന്റെ പൊതുവായ അവസ്ഥ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പരിമിതികൾ ഉള്ളവനല്ല. അവന്റെ അധികാരത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല എന്നുകൂടി അസ്സമദ് എന്ന വാക്കുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോ നാം ആരിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? ആരോടാണ് അഭയം തേടേണ്ടത്? ആരോടാണ് രക്ഷ തേടേണ്ടത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവോട് മാത്രം എന്നായിരിക്കും അതിന്റെ ഉത്തരം. കാരണം നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് പരിഹരിച്ചു തരാൻ കഴിയുന്നവനോടല്ലേ തേടിയിട്ട് കാര്യമുള്ളൂ. നമ്മെ പോലെ തന്നെ ദുർബലരായ, അശരണരായ, ഭാവിയെക്കുറിച്ച് പലതരം അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന മനുഷ്യന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ? സാധ്യമല്ല. പക്ഷെ എന്നിട്ടും മനുഷ്യ സമൂഹം സിദ്ധന്മാരുടെയും ആൾദൈവങ്ങളുടെയും ഒക്കെ പിന്നാലെ നെട്ടോട്ടം ഓടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് മനുഷ്യൻ സ്വന്തം നിലയും വിലയും തിരിച്ചറിയാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ തന്റെ യജമാനൻ ആരാണ് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടുകൂടിയാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന എന്ന അവന്റെ നാമങ്ങളെ അതിന്റെ അടിത്തറയിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവനിലുള്ള ഈമാൻ ശക്തിപ്പെടുത്തുവാനും അവന് മാത്രം നമ്മെ സമർപ്പിക്കുവാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ.